തൃശൂർ കോൺഗ്രസിൽ കൂട്ട നടപടി. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. നിതീഷ് എമിനെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, എങ്ങനെയാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നത്? പല ഇടങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് SDPI പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ആ സ്ഥാനം രാജിവെക്കുകയും വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഇന്ന് കണ്ടു. പക്ഷെ അങ്ങനെയായിരുന്നില്ല ചൊവ്വന്നൂരിൽ. എങ്ങനെയാണ് നടപടി? ചൊവ്വന്നൂരിൽ UDF അതായത് കോൺഗ്രസ് അംഗങ്ങൾ SDPI പിന്തുണയോടുകൂടിയാണ് അവിടെ വിജയിച്ചു കയറിയത്. SDPI പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ അംഗം ആയ നിതീഷ് AM ഈ പഞ്ചായത്തിൽ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്നാൽ SDPI പിന്തുണയോടുകൂടി ഇത്തരത്തിൽ എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം തന്നെ രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി ഉന്നതങ്ങളിൽ നിന്ന് വന്നിട്ട് പോലും നിതീഷോ ഈ അവിടുത്തെ പാർട്ടി പ്രവർത്തകരോ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടപടിയുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. KPCC ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റിനോട് ഇക്കാര്യം രാജിവെക്കാനായുള്ള നിർദ്ദേശം നൽകാനായി പറഞ്ഞിരുന്നു. പക്ഷേ ആ രാജി വെക്കാനായി തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ നിതീഷിനെ പുറത്താക്കിയിരിക്കുന്നത്. മറ്റത്തൂരിലും സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 8 അംഗങ്ങൾ എല്ലാം തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം അവർ രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്നീട് കോൺഗ്രസിന്റെ പാർട്ടിയുടെ തലത്തിലും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 10 പേർക്കെതിരെയാണ് ഇപ്പോൾ മറ്റത്തൂരിൽ നടപടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ജില്ലയിൽ ആകെ പല ഇടങ്ങളിലായി 11 പേർക്കെതിരെ 14 പേർക്കെതിരെ ഇതിനോടകം തന്നെ ഇന്ന് മാത്രം നടപടിയെടുത്തിട്ടുണ്ട്. ലിഷോയ്, ഈ മറ്റത്തൂരിലെ സംഭവമൊക്കെ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി വിമർശനം കോൺഗ്രസിന് നേരെ മറ്റത്തൂരിലെ ഈ ഒറ്റ സംഭവം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് എടുക്കുകയാണ്. SDPI BJP പിന്തുണ അത് വേണ്ട എന്നുള്ള കാര്യം കൃത്യമായി ഈ ഒരു പുറത്താക്കൽ നടപടിയിലൂടെ ആ നിലപാട് വ്യക്തമാക്കുന്നു, അല്ലേ? തീർച്ചയായും ചൊവ്വന്നൂരിൽ SDPIയുടെ പിന്തുണയാണ് ഇപ്പോൾ പിന്തുണയോടെയാണ് അവിടെ എങ്കിൽ മറ്റത്തൂരിൽ BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് കോൺഗ്രസിന്റെ ലേബലിൽ വിജയിച്ച പഞ്ചായത്ത് അംഗങ്ങൾ അവിടെ ഈ ഭരണം നിലനിർത്തിയത്, അങ്ങനെ ഭരണം ഏറ്റെടുത്തത്. അതായത് 25 വർഷത്തോളമായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ എന്നുള്ള ഒരു പേരിലാണ് ഇത്തരത്തിലൊരു സഖ്യം ഉണ്ടാക്കിയത്. എന്നാൽ ആ സഖ്യം പാർട്ടി നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുത്തു എങ്കിൽ പോലും പക്ഷേ കോൺഗ്രസിന്റെ ലേബലിലാണ് ഇവർ 8 പേരും വിജയിച്ചു പോന്നിരുന്നത്. ആ 8 പേർക്കും പിന്നീട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ന് രാവിലെയാണ് DCC പ്രസിഡന്റ് പ്രാദേശിക സഖ്യവും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തന്നെ ജില്ലാ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. എന്തായാലും ഈ പിന്തുണ തേടിയവരെയൊക്കെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ആ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. MS ലിഷോയ് വിവരങ്ങൾ നൽകിയത്.